മനുഷ്യരുടെ മണ്ഡലത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അന്ധകാര രാജ്യം ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നാണ് ലൈംഗിക അധാർമികത. അധാർമികതയേക്കാൾ കൂടുതൽ ആളുകളെ വീഴ്ത്തിയ മറ്റൊരു പാപവും ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അധാർമികത എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് പുറത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനമാണ്. വാസ്തവത്തിൽ ബൈബിൾ പാപങ്ങളുടെ ഒരു പട്ടിക നൽകുമ്പോഴെല്ലാം അധാർമികത എല്ലായ്പ്പോഴും ഉയർന്ന തലത്തിൽ തന്നെ കാണപ്പെടുന്നു. വിഗ്രഹാരാധനയ്ക്ക് ശേഷം നിങ്ങൾ കരുതുന്നതിലും വളരെ അപകടകരമായൊരു പാപമാണ് ഇത്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമായ ഏറ്റവും വലിയ പാപങ്ങളിലൊന്നായിരുന്നു ഈ പ്രത്യേക പാപം. സംഖ്യാപുസ്തകത്തിൽ കാണപ്പെടുന്ന ഇസ്രായേല്യരുടെയും പ്രവാചകനായ ബിലയാമിൻ്റെയും കഥ അത്തരമൊരു ഉദാഹരണമാണ്. തുടക്കത്തിൽ ദൈവം ഇസ്രായേലരെ അനുഗ്രഹിച്ചതിനാൽ ബിലയാം പ്രവാചകന് അവരെ ശപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കഥ പുരോഗമിക്കുമ്പോൾ ബിലയാം മോവാബ്യ രാജാവായ ബാലാക്കിനെ ഇസ്രായേലിനെ പാപത്തിലേക്കും നാശത്തിലേക്കും എങ്ങനെ നയിക്കാമെന്ന് ഉപദേശിച്ചു. മോവാബി സ്ത്രീകളുമായി ലൈംഗിക അധാർമികതയിൽ ഏർപ്പെടുവാൻ ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഉപദേശത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇസ്രായേൽ മക്കളെ ശപിക്കാൻ തനിക്ക് കഴിയില്ലെങ്കിലും അവരെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ അധാർമിക പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതായിരിക്കുമെന്ന് ബിലയാമിന് അറിയാമായിരുന്നു. ഈ വിധത്തിൽ ദൈവം തന്നെ അവരെ നശിപ്പിക്കും. സംഭവിച്ചതും ഇത് തന്നെയാണ്. ഇസ്രായേല്യർ ലൈംഗിക അധാർമികതയിൽ ഏർപ്പെടാൻ തുടങ്ങിയ ഉടൻ തന്നെ ദൈവത്തിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അതിന്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു മാരകമായ ബാധയുണ്ടായി. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന്. എന്നാൽ ഈ പാപത്തെ യഥാർത്ഥത്തിൽ ഭയാനകമാക്കുന്നത് മിക്ക ആളുകളും സംസാരിക്കാത്ത തിരശീലകൾക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ലൈംഗികതയെ ദൈവം വിവാഹത്തിനായി സൃഷ്ടിച്ചതാണ്. ഇത് രണ്ട് ആളുകളുടെ ശരീരം, ആത്മാവ് എന്നിവയെ ഒന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. വിവാഹത്തിന് പുറത്ത് ലൈംഗികത വികലമാകുന്നു. പിശാച് ആദ്യമായി ഈ ഐക്യത്തെ വികലമാക്കിയത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. അവിടെ വീണുപോയ ദൂതന്മാർ മനുഷ്യപുത്രിമാരുമായി ഉറങ്ങി. ഇതൊരിക്കലും സംഭവിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ശത്രു വിശുദ്ധമായതെടുത്ത് തന്റെ ഉദ്ദേശങ്ങൾക്കായി അതിനെ ദുഷിപ്പിക്കുന്നു. ദൈവം എന്തെങ്കിലും ഒരു പരിധി നിശ്ചയിക്കുമ്പോഴെല്ലാം പിശാച് മനുഷ്യരെ ആ അതിർത്തിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഒരു പുരുഷൻ തന്റെ ഭാര്യയുമായി മാത്രമേ ബന്ധം പുലർത്താവൂ എന്ന് ദൈവം പറയുമ്പോൾ അവിവാഹിതർക്കിടയിൽ അത് സംഭവിക്കാൻ സാത്താൻ അത് വികലമാക്കുന്നു. ദൈവം മനുഷ്യരോട് അവർ വിവാഹം കഴിക്കുന്നതുവരെ കാത്തിരിക്കാൻ പറയുമ്പോൾ കാത്തിരിപ്പ് വളരെ നീണ്ടതാണെന്ന് സാത്താൻ അവരോട് പറയുന്നു. ദൈവം അവരോട് സ്വയം ശുദ്ധിയുള്ളവരായിരിക്കാനും കാമം ഒഴിവാക്കാനും പറയുമ്പോൾ അതിനിടയിൽ അശ്ലീലത്തിലേക്ക് തിരിയാൻ സാത്താൻ അവരോട് പറയുന്നു. കാരണം നിങ്ങൾ ഈ പാപം ചെയ്യുമ്പോഴെല്ലാം തിരശീലയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സാത്താൻ മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ അധാർമിക പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴെല്ലാം പൈശാചിക ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അപകടകരമായ വാതിലുകൾ തുറക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട രഹസ്യം ലൈംഗികത ശാരീരികതയേക്കാൾ 90% കൂടുതൽ ആത്മീയമാണ് എന്നതാണ്. രണ്ട് ശാരീരിക വ്യക്തികൾ ഒന്നിച്ചു ചേരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ ആത്മാക്കൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നു എന്നതാണ്. വിവാഹത്തിന്റെ അതിരുകൾക്കുള്ളിൽ അത് സംഭവിക്കുമ്പോൾ ദൈവം ആ ഐക്യത്തെ അനുഗ്രഹിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുന്നു. എന്നാൽ വിവാഹത്തിന് പുറത്ത് ഇത് സംഭവിക്കുമ്പോൾ 3 കക്ഷികൾ ഉൾപ്പെടുന്നു: പുരുഷൻ, സ്ത്രീ, പിശാച്. ഈ സംയോജനം അനാരോഗ്യകരമായ ഒരു ഐക്യം സൃഷ്ടിക്കുന്നു. അത് ഓരോ കക്ഷിയിൽ നിന്നും സദ്ഗുണം, അനുഗ്രഹങ്ങൾ, ശക്തി എന്നിവ എടുത്തുകളയുന്നു. നിങ്ങൾ ഒരാളുമായി ഉറങ്ങുമ്പോഴെല്ലാം 2 മരക്കഷ്ണങ്ങൾ ഒരുമിച്ച് ഒട്ടിക്കുന്നതായി കരുതുക. നിങ്ങൾ അവയെ വേർപെടുത്തുമ്പോൾ ഓരോ മരത്തിൻ്റെയും ഭാഗങ്ങൾ മറ്റൊന്നിൽ അവശേഷിക്കും. തിരശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്നതും ഇതാണ്. നിങ്ങൾ ഉറങ്ങുന്നത് തുടരുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഛിന്നഭിന്നമാകുന്നു. നിങ്ങൾ ഉറങ്ങിയ ഓരോ വ്യക്തിയുമായും അത് ബന്ധിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ഓരോ വ്യക്തിയുടെയും കഷണങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ടുപോകുന്നു. കാലക്രമേണ ഒരു ഉടമ്പടി രൂപപ്പെട്ടതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം സമ്മിശ്ര വ്യക്തിത്വങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. വേർപിരിയൽ ഇത് യാന്ത്രികമായി ഇല്ലാതാക്കുന്നില്ല, കാരണം ഇത് ഒരു ആത്മീയ ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് പലരും തങ്ങളുടെ ദാമ്പത്യം വർഷങ്ങളോളം നിലനിർത്താൻ പാടുപെടുന്നത്. കാരണം അവർ വളരെയധികം ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനാൽ അവരുടെ ഛിന്ന ഭിന്നമായ ആത്മാവിന്റെ ഭാഗങ്ങൾ എല്ലായിടത്തും വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. തൽഫലമായി അവർക്ക് യഥാർത്ഥത്തിൽ സ്വയം ആകുവാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 6:16 ബൈബിൾ പറയുന്നു, വേശ്യയുമായി ഒന്നാകുന്നവൻ ശരീരത്തിൽ അവളുമായി ഒന്നാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കാരണം 2 പേരും ഒരു ദേഹമായി തീരും എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി ലൈംഗിക അധാർമികതയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഴമേറിയ ശാരീരികവും ആത്മീയവുമായ ഐക്യത്തെ ഈ വാക്യം ഊന്നിപ്പറയുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത്തരം പ്രവൃത്തികളുടെ ഗൗരവം എടുത്തു കാണിക്കുന്നു. അതിനാൽ നിങ്ങൾ കുറച്ചാളുകളുമായി മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും ആത്മമണ്ഡലം ഇതിനെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. ആത്മാവിലുള്ള എല്ലാവരുമായും നിങ്ങൾ വിവാഹിതരായിരിക്കുന്നതായി അത് കാണുന്നു. ഇതിനർത്ഥം ഒരു പുരുഷനും സ്ത്രീയും അധാർമികതയിൽ ഏർപ്പെടുമ്പോൾ ഓരോ വ്യക്തിയും അവരുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒരുമിച്ച് പങ്കിടുന്നു എന്നാണ്. നിങ്ങൾ അടിസ്ഥാനപരമായി ഒന്നായി.
ഇതിനർത്ഥം നിങ്ങൾ സ്വയം പൂർണ്ണമായും വിശുദ്ധി പാലിച്ച ഒരാളായിരുന്നുവെങ്കിൽ, ജീവിതത്തിൽ എല്ലാത്തരം ശാപങ്ങളും അനുഭവിച്ച ഒരാളുമായി നിങ്ങൾ അധാർമികതയിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തിയുടെ ശാപങ്ങൾ അവകാശപ്പെടുമെന്നാണ്. ഇത് ഒരു കഠിനമായ സത്യമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടും ഒരു കാലത്ത് വളരെ സന്തോഷവതിയും ചുറുചുറുക്കുള്ളവരുമായ ധാരാളം ആളുകൾ ഉള്ളത്. അവർക്ക് എല്ലാം നന്നായിപ്പോയി. എന്നാൽ അവർ ഒരാളുമായി ഉറങ്ങിയ നിമിഷം മുതൽ അവർ പൂർണ്ണമായി മറ്റൊരാളെ മാറി. വിഷാദം, ഉത്കണ്ഠ, എല്ലാത്തരം വെല്ലുവിളികളും കൈകാര്യം ചെയ്തു. എന്തുകൊണ്ട്? കാരണം ഒരു ആത്മീയ ഇടപാട് നടന്നു. നിങ്ങൾ ഒരാളുമായി ഉറങ്ങുമ്പോൾ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, നിങ്ങൾ അശ്ലീലം കാണുമ്പോഴും ഇത് സംഭവിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ തിരശ്ശീലയ്ക്ക് പിന്നിലെ ആത്മാക്കളുമായി ഇടപഴക്കുകയാണ്. ഞാനത് വിശദീകരിക്കാം. മനുഷ്യരെ പോലെ ഭൗതിക ശരീരങ്ങൾ പിശാചിനില്ല. അശ്ലീലം, സ്വയംഭോഗം തുടങ്ങിയ രഹസ്യ പാപങ്ങളിൽ ഏർപ്പെടുവാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുക എന്നതാണ് അവയ്ക്ക് അവരുടെ കാമത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഏക മാർഗം. സത്യം പറഞ്ഞാൽ ഈ ഭൂതങ്ങൾ കൂട്ടമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, എതിർലിംഗത്തിൽപ്പെട്ട ഒരാൾ കടന്നു പോകുന്നു എന്ന് പറയാം. നിങ്ങൾ അവരിൽ ദൃഷ്ടി പതിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സ് അവരിൽ വ്യാപൃതമാകാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷം മുതൽ കാമത്തിന്റെ ആത്മാവ് അധാർമിക ചിന്തകളിലൂടെ കാമത്തിന്റെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വിതയ്ക്കുവാൻ തുടങ്ങും. അപ്പോൾ കാമത്തിന്റെ ആത്മാവ് നിർദ്ദേശത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ആത്മാവിനെ കൊണ്ടുവന്നേക്കാം. നിർദ്ദേശത്തിന്റെ ആത്മാവ് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള വഴികൾ നിർദ്ദേശിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ അതിൽ മുഴുകിക്കഴിഞ്ഞാൽ ആ പ്രേരണകളിൽ പ്രവർത്തിക്കാൻ അടിച്ചമർത്തലിന്റെ ആത്മാവ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു വ്യക്തി സുഖമായിരിക്കുകയും പിന്നീട് പെട്ടെന്ന് പാപം ചെയ്യാനുള്ള സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ആ സമ്മർദ്ദം അവരിൽ നിന്നല്ല വരുന്നത്, അത് നിങ്ങളെ പാപത്തിലേക്ക് തള്ളിവിടുന്ന ശക്തികളിൽ നിന്നാണ് വരുന്നത്. അതേസമയം നിങ്ങളും നിങ്ങൾ മോഹിച്ച വ്യക്തിയും മാത്രം ഒറ്റയ്ക്കാകുന്ന ഒരു തികഞ്ഞ സാഹചര്യം പിശാച് ഒരുക്കും. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് കൃത്യമായി അറിയാം. പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടും. എന്നാൽ ആ വ്യക്തി ശാരീരികമായി അവിടെ ഇല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് പകരമായി പിശാച് നിങ്ങളെ വൃത്തികെട്ട സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കും. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളായതിനാൽ എല്ലാത്തരം ലൈംഗിക പാപങ്ങളിൽ നിന്നും ഓടിപ്പോകാൻ ബൈബിൾ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു വ്യക്തി ഈ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിക്കഴിഞ്ഞാൽ ആ പാപത്തിലൂടെ ആത്മാക്കൾ ശക്തി പ്രാപിക്കുന്നു. ഓർക്കുക, ഭൂതങ്ങൾക്ക് ഭൗതിക ശരീരങ്ങളില്ല, പക്ഷെ അവയ്ക്ക് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഏക മാർഗം നിങ്ങളുടെ ശരീരത്തിലൂടെയാണ്. എന്നാൽ അവ ആത്മാക്കളായതിനാൽ അവ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ അവർ നിങ്ങളെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായി അടിമകളാകുന്നു. നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തം ശക്തിയാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രാർത്ഥന പൂർത്തിയാക്കാനും അടുത്ത നിമിഷം വീണ്ടും വീഴാനും കഴിയും. കാരണം ആ ശക്തിക്ക് പിന്നിൽ മറ്റൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഓരോ അധാർമിക പ്രവൃത്തിക്കും ശേഷം മിക്ക ആളുകൾക്കും കുറ്റബോധം തോന്നുന്നത്. ഈ ദുഷ്ടശക്തികളാൽ മുമ്പ് കീഴടക്കപ്പെട്ട അവരുടെ യഥാർത്ഥ ഇന്ദ്രിയങ്ങളിലേക്ക് അവർ തിരിച്ചെത്തിയതിനാലാണ് കുറ്റബോധം വരുന്നത്. പ്രവൃത്തിക്ക് ശേഷം ഈ ആത്മാക്കൾ അവരുടെ ഇരകളിൽ കുറ്റബോധം, വിഷാദം, ശൂന്യത, ലജ്ജ എന്നിവ അവശേഷിപ്പിക്കുന്നു. ലൈംഗിക അധാർമികതയിൽ ഏർപ്പെടുമ്പോഴെല്ലാം നിങ്ങൾ അവരെ പോറ്റുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്നു. അതേസമയം അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് എപ്പോഴും അറിയുക. ശത്രുവിന്റെ ലക്ഷ്യം എപ്പോഴും മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക എന്നിവയാണ്. ലൈംഗിക പാപം നമ്മുടെ ജീവിതത്തെയും വിളിയെയും നശിപ്പിക്കാൻ വളരെ ഫലപ്രദമായ ഒരു ആയുധം നൽകുന്നു. വിജയത്തിലേക്കുള്ള താക്കോൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുമ്പസാരം, പരിത്യാഗം, വിശുദ്ധിയിൽ നടക്കുക എന്നിവയിലൂടെ ഈ വാതിലുകൾ ശാശ്വതമായി അടയ്ക്കുക എന്നതാണ്. ചില ആളുകൾക്ക് ലൈംഗിക പാപത്തിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന പരാതാത്മാക്കളെ പുറത്താക്കാൻ വിടുതൽ ആവശ്യമായി വന്നേക്കാം. എന്നാൽ ദൈവത്തിൽ പുനഃസ്ഥാപനം സാധ്യമാണ്. ആദ്യം യേശുവിനോട് നിലവിളിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. ലൈംഗിക ബന്ധത്തിന്റെ ഏതെങ്കിലും മേഖലകൾ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുക. രണ്ടാമതായി, തിരുവെഴുത്തുകളിൽ മുഴുകി വചനം നിങ്ങളുടെ മനസ്സിനെ പുതുക്കാൻ അനുവദിക്കുക. മൂന്നാമതായി, കാമത്തിലേക്ക് നയിക്കുന്ന എല്ലാ പ്രേരകങ്ങളെയും ഇല്ലാതാക്കുക. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിഷ്കരുണം പെരുമാറുക. നിങ്ങളുടെ കണ്ണുകളെയും ഹൃദയത്തെയും സൂക്ഷിക്കുക. നാലാമതായി, ഉത്തരവാദിത്തം പിന്തുടരുക. മറ്റൊരു വിശ്വാസിയുമായി നിങ്ങളുടെ പോരാട്ടങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. ശത്രു രഹസ്യത്തിൽ വളരുന്നു. അഞ്ചാമതായി, പതിവായി ആരാധിക്കുക. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ പിശാചിന് ഇടമില്ല. അവസാനമായി, ദിവസവും നിങ്ങളുടെ മേൽ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുക. ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുക. നിങ്ങളുടെ മനസ്സിന് മുകളിൽ യേശുവിന്റെ രക്തം ചൊരിയുക. അന്ധകാരത്തിന്റെ ശക്തികൾ അധാർമികതയെ രസകരവും നിരുപദ്രവകരവും ആവേശകരവുമായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ സത്യം അത് വേദനയിലേക്കും തകർച്ചയിലേക്കും ആത്മീയ അടിച്ചമർത്തലിലേക്കുമാണ് നയിക്കുന്നത്. ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുക. വിശുദ്ധി പിന്തുടരുക. കണ്ടതിന് വളരെ നന്ദി. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ.